നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ ഇൻകാസിന്റെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. KPCC വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ UDF ഭരണസമിതി അംഗങ്ങൾക്കും മുതുതല ഗ്രാമപഞ്ചായത്തിലെ UDF മെമ്പർമാർക്കുമാണ് ഇൻകാസ് അബുദാബിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത്. ഇൻകാസ് അബുദാബി സംസ്ഥാന വൈസ് പ്രസിഡന്റും ഗ്ലോബൽ OICCയുടെ മുതുതല പഞ്ചായത്ത് പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ അഷറഫ് പട്ടാമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ ചടങ്ങ് ഒരുക്കിയത്. KPCC വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദർശബോധമാണ്, രാഷ്ട്രീയമായ സത്യസന്ധതയാണ്, മനസാക്ഷിയുടെ പര്യായമായി മാറലാണ്. അത് ചെയ്യാതെ മറ്റൊരു പാർട്ടിയുടെ, ശത്രു പാർട്ടിയുടെ സഹായത്തോടു കൂടി മത്സരിച്ച് അധികാരം നേടുക എന്ന് പറയുന്നത് ഒരു പ്രശംസിക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല. എന്തായാലും നിർഭാഗ്യവശാൽ പട്ടാമ്പി പഞ്ചായത്തിലെ അധികാരം നഷ്ടപ്പെട്ടു. ഒരു ഉത്തമമായ പ്രതിപക്ഷമായി ലീഗും കോൺഗ്രസും അവിടെ പ്രവർത്തിക്കും. പട്ടാമ്പിയിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായിക്കൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യും. ഈ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും പട്ടാമ്പിയിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധികാരം ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. 15 സീറ്റിൽ 8 സീറ്റ് വ്യക്തമായ ഭൂരിപക്ഷം നേടി ഐക്യജനാധിപത്യ മുന്നണി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ 2ാം തവണയും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതും ഒരു നിസ്സാരമായ കാര്യമല്ല. അതിൻ്റെ പ്രസിഡന്റ് ആവുക എന്നുള്ളത് ഏതാണ്ട് ഒരു MLAക്ക് തുല്യമായ പദവി തന്നെയാണ്. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വളരെ മുനിസിപ്പാലിറ്റി മാത്രമേ അതിൽ നിന്ന് ഒഴിവുള്ളൂ. ഒരു മുനിസിപ്പാലിറ്റി അതിൽ നിന്ന് ഒഴിവുള്ളതിന് പരിദൂർ പഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട്. KPCC നിർവാഹക സമിതി അംഗം KSP തങ്ങൾ മുഖ്യാതിഥിയായി. അഷറഫ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. C അനീഫ മാനു, ഹസൈനാർ, കമ്മുക്കുട്ടി എടത്തോൾ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത വിനോദ്, വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് കുട്ടി, ഷെഫീന ഷുക്കൂർ, KV കബീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സേലത്ത് വെച്ച് വാഹന അപകടത്തിൽ മരിച്ച ഇജാസിന് നാടിന്റെ അന്ത്യാഞ്ജലി. വൈകിട്ട് 6:30 ഇജാസിന്റെ മൃതദേഹം ചെറുതുരുത്തിയിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചത്. ചെറുതുരുത്തി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന റാഫി ഫ്ലവേഴ്സ് ഉടമ മുസ്തഫയുടെയും ബൽക്കീസിന്റെയും മകനായ 20 വയസ്സുള്ള ഇജാസാണ് മരിച്ചത്. ബാംഗ്ലൂരിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന ഇജാസിന്റെ സുഹൃത്തുക്കളും ചെറുതുരുത്തിയിലെത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്ഥലത്തെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് നിസ്കാരത്തിനു ശേഷം 7:30 മൃതദേഹം ഖബറടക്കത്തിനായി കൊണ്ടുപോയി. ഇജാസും സുഹൃത്ത് പാലക്കാട് സ്വദേശി ശരത്തും ഒന്നിച്ച് വീട്ടിലേക്ക് വരവെ സഞ്ചരിച്ചിരുന്ന ബൈക്കും കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇജാസിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് മരിച്ചത്. സുഹൃത്ത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. പുതിയതായി അധികാരമേറ്റ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്കിന് കീഴിൽ വരുന്ന 7 പഞ്ചായത്തുകളിലുമായി വലിയ വികസനം തന്നെ നടപ്പിലാക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന. ഈ സാമ്പത്തിക വർഷം കഴിയാനിരിക്കെ കഴിഞ്ഞ ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ പദ്ധതികൾ ആദ്യഘട്ടമെന്നോണം നടപ്പിലാക്കുമെന്നും VP റെജീന പറഞ്ഞു. ബ്ലോക്കിന് കീഴിൽ വരുന്ന മുഴുവൻ ഭവനരഹിതർക്കും വീടുകൾ നിർമ്മിച്ചു നൽകും. യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇതിനു പുറമെ സമൂഹത്തിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അക്രമങ്ങൾ തടയാൻ പെൺകുട്ടികൾക്ക് കായിക പരിശീലനം നൽകാനും ഭരണസമിതി ലക്ഷ്യമിടുന്നുണ്ട്. തൃത്താല ബ്ലോക്കിനകത്ത് വരുന്ന 7 ഗ്രാമപഞ്ചായത്തുകൾക്കകത്തും വളരെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് കരുതുന്നത്. അതിനകത്ത് കുടിവെള്ളം വരും, റോഡുകളും മറ്റു പശ്ചാത്തല സൗകര്യങ്ങളും ഒക്കെ തന്നെ വരും. ഇവിടെ കോതച്ചിറ ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശ്രയ കോളനിയുടെ സമഗ്ര വികസനം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്കിനകത്ത് ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, പെൺകുട്ടികളും സ്ത്രീകളും വലിയ രീതിയിൽ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതുൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 18,645 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 201 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 19,299 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ 2,23,335 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിതരായുള്ളത്.
1,50,999 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 1,75,950 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 90ആയി. ബ്രിട്ടനിൽ കാണപ്പെട്ട പുതിയ തരം കോവിഡിന്റെ സാന്നിധ്യം ഡെൻമാർക്ക്, നെതർലാൻഡ്, ഓസ്ട്രേലിയ, ഇറ്റലി, സ്വീഡൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, കാനഡ, ജപ്പാൻ, ലബനൻ, സിംഗപ്പൂർ തുടങ്ങി നിരവധി രാഷ്ട്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ക്ഷേത്ര വാദ്യ കലാ അക്കാദമിയുടെ മേഖലാ സമ്മേളനവും അനുമോദന സദസ്സും നടന്നു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ വെച്ച് നിളയനം എന്ന പേരിൽ നടന്ന സമ്മേളന സദസ്സ് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും ഇടയ്ക്ക കലാകാരനുമായ തിച്ചൂർ മോഹനൻ വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചെണ്ട, മദ്ദളം, താളം എന്നീ വാദ്യങ്ങൾ ചേർത്ത് കേളിയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ചെറുതുരുത്തി മേഖലാ പ്രസിഡന്റ് കൊണ്ടയൂർ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കലാവാദ്യ അക്കാദമിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരുവനം സതീഷ് മാരാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി കല്ലേറ്റുങ്കര ഹരിശങ്കർ, മേഖലാ ട്രഷറർ ആറ്റൂർ പ്രസാദ്, മേഖലാ സെക്രട്ടറി കിള്ളിമംഗലം പ്രിയേഷ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. പൈങ്കുളം പ്രഭാകരൻ നായർ, പൈങ്കുളം പത്മനാഭൻ നായർ, കലാമണ്ഡലം ശശി, കിള്ളിമംഗലം മുരളി, തോന്നൂർക്കര ശങ്കരൻകുട്ടി, തോന്നൂർക്കര ശിവൻ, വരവൂർ ശങ്കരൻകുട്ടി, കലാമണ്ഡലം സോമൻ, മച്ചാട് രാമചന്ദ്രൻ, കൊണ്ടയൂർ ഗോപാലകൃഷ്ണൻ, പുലക്കോട് മാധവൻകുട്ടി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. കൂടാതെ കലാകാരന്മാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഐഡന്റിറ്റി കാർഡ് വിതരണവും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ശനിയാഴ്ച രാത്രിയിലുണ്ടായ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ കൂറ്റനാട് 200ഓളം വാഴകൾ നശിച്ചു. കൂറ്റനാട് പെൻഷൻ ഭവന് സമീപം തിരുത്തിപ്പാറ പള്ളിയാലിൽ മങ്ങാട്ടുപടി വേലായുധൻ കൃഷി ചെയ്ത 110 വാഴകൾ കാട്ടുപന്നികൾ പൂർണ്ണമായി നശിപ്പിച്ചു. ഇവിടെ നിന്നും 200 മീറ്റർ മാറി പ്രയാഗ സ്റ്റോപ്പിന് സമീപം ചക്കുംപറമ്പിൽ മാധവൻ കൃഷി ചെയ്ത 75ലേറെ വാഴകളും നശിച്ചിട്ടുണ്ട്. 4 മാസം വളർച്ചയെത്തിയ ചങ്ങാലിപ്പൂവൻ ഇനത്തിൽപ്പെട്ട വാഴകളാണ് നശിപ്പിച്ചത്. രാവിലെ ജലസേചനത്തിനും വാഴ പരിപാലനത്തിനുമായി എത്തിയ കർഷകരാണ് വാഴകൃഷി വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത് കണ്ടത്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ഇരു കർഷകരും കൃഷി ഇറക്കിയത്. കഴിഞ്ഞ വർഷത്തിലും ഇരു കർഷകരുടെയും 50ലേറെ വാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു. തുടർന്ന് കർഷകർ വെള്ളരി കൃഷിയിലേക്ക് തിരിഞ്ഞെങ്കിലും അതും വ്യാപകമായി നശിപ്പിച്ചു. വാർഡ് മെമ്പറും ഫോറസ്റ്റ് അധികൃതരുമെല്ലാം സ്ഥലത്ത് സന്ദർശനം നടത്തി. ഉപജീവനമാർഗം കൃഷിയിലാണ്. വാഴക്കൃഷി, ഓണം, ഉത്സവം, ഇവിടെ ഒരു വിളവറക്കേണ്ട കൃഷിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ കൃഷിയാണ് ഇപ്പോൾ ഇന്നലെ മിന്നാന്ന് പറ്റി 200ഓളം വാഴകൾ നശിപ്പിച്ചിരുന്നത്. ഈ തിരുത്തിപ്പാറ മേഖലയിൽ 2ാം വാർഡിൽ നഗരസഭ പഞ്ചായത്തിൽ ഈ വാഴക്കൃഷി മാത്രമല്ല, തൊട്ടപ്പുറത്ത് പാടങ്ങളിൽ നെൽകൃഷിയും സമയമാണ്. നെൽകൃഷിയിലും ഈ കാട്ടുപന്നികളുടെ ശല്യം നല്ല രീതിയിലുണ്ട്. 75 വാഴ നശിപ്പിച്ചിരിക്കുന്നു. തകര സീറ്റൊക്കെ മേടിച്ച് വെയിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചാടിക്കടന്ന് വന്നിട്ടാണ് നശിപ്പിച്ചിറങ്ങുന്നത്. 4 മാസം പ്രായം കഴിഞ്ഞ വാഴയാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വന്നത് തന്നെ. പക്ഷേ അത് മുഴുവൻ അവർ നശിപ്പിച്ചു പോയി. വെള്ളിയാഴ്ച രാത്രി 110 ഉണ്ട്. ഇന്നലെ കൂടിയും വെയിലൊക്കെ മുഴുമിച്ച് റെഡി പണിയൊക്കെ ചെയ്ത് രാത്രിയാണ് പുറത്ത് പോയത്. എപ്പോഴാണ് ഇപ്പോൾ നശിപ്പിക്കുന്ന അറിയില്ല. എന്താ കഥ? ജൈവ പച്ചക്കറി കൃഷിയിൽ മാതൃകയായി വീണ്ടും വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ. സംസ്ഥാന കൃഷിവകുപ്പ് അനുവദിച്ചു തന്ന ജൈവ പച്ചക്കറി കൃഷി പ്രോജക്ട് 2ാം തവണയും ഏറ്റെടുത്തുകൊണ്ട് വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയായി. 2017 വരവൂരിന് കൃഷിവകുപ്പ് പദ്ധതി പ്രകാരം അനുവദിച്ച പച്ചക്കറി തൈകൾ ഫലപ്രദമായി കൃഷി ചെയ്തുകൊണ്ടാണ് വരവൂർ പുതുമാതൃക സൃഷ്ടിക്കുന്നത്. തുടർന്നു വന്ന വർഷങ്ങളിലെല്ലാം തന്നെ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് ജൈവ പച്ചക്കറി കൃഷിയും പൂവൻവാഴ കൃഷിയും നേന്ത്രവാഴ കൃഷിയും നടത്തിവരികയാണ്.
തുടർച്ചയായി 4ാം വർഷവും പാടശേഖരങ്ങൾ പാട്ടത്തിനടുത്ത് നെൽകൃഷി ചെയ്ത് കുട്ടികൾക്ക് കൃഷിരീതികൾ പരിചയപ്പെടുത്തി വരുന്നുമുണ്ട്. വിദ്യാലയത്തിലെ 800 കുട്ടികളുടെ വീട്ടിലും ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. കോവിഡ് കാലത്തും അധ്യാപകർ കുട്ടികളുടെ വീട് സന്ദർശിച്ച് വിളവെടുപ്പിൽ പങ്കെടുത്ത് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകി വരുന്നുണ്ട്. കൃഷിവകുപ്പ് ഈ വർഷം അനുവദിച്ച പദ്ധതി പ്രകാരം പിലാക്കാട് കൊടക്കാട്ട് വളപ്പിൽ മുഹമ്മദ് അലി മാഷ് 3 വർഷത്തേക്ക് വിദ്യാലയത്തിന് പാട്ടത്തിന് നൽകിയ 1/2 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി പയർ, വെണ്ട, തക്കാളി, വഴുതന, കയ്പ, മത്തൻ, കുമ്പളം, വെള്ളരി, പടവലം, കാബേജ്, കോളിഫ്ലവർ, ചീര, പച്ചമുളക്, ചീനമുളക് എന്നിവയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. തൈ നടുന്നതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നബീസ നിർവഹിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രധാന അധ്യാപകൻ എം പ്രസാദ് സ്വാഗതവും വി സുനിൽ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് മെമ്പർമാരായ ദീപു പ്രസാദ്, പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി പ്രദീപ്, പി യശോദ, ടി ഹിദായത്തുള്ള, മറ്റ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, സ്കൂൾ PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് തളി. കോതച്ചിറയിൽ സൗജന്യ PSC പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഒ സുധാകരൻ സ്മാരക വായനശാലയും യുവധാര ഹെൽപ്പ് ലൈൻ കോതച്ചിറയും സംയുക്തമായാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. കോതച്ചിറ ഒ ശിവശങ്കരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം OT അനൂപ് അധ്യക്ഷനായി. യുവധാര ഹെൽപ്പ് ലൈൻ ചെയർമാൻ വി മോഹനൻ, വി ഗംഗാധരൻ, KP ഉഷ, അശോകൻ എന്നിവർ സംസാരിച്ചു. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടില് നിങ്ങളെപ്പോലെ ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ മറ്റു ക്വാളിഫിക്കേഷനുകളും ഒക്കെ തന്നെ ആർജിച്ചിട്ടുള്ള നേടിയിട്ടുള്ള നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ആളുകളിൽ അവർക്ക് കഴിവുണ്ട്, എല്ലാ തരത്തിലുള്ള യോഗ്യതകളും ഉണ്ട്, എല്ലാ തരത്തിലുള്ള യോഗ്യതകളും അവർ നേടിയിട്ടുണ്ട്. പക്ഷേ ആ യോഗ്യതക്കനുസരിച്ചിട്ടുള്ള തൊഴിൽ ലഭിക്കുന്നില്ല, നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനാണ് PSC കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 8000-ഓളം വരുന്ന ടീച്ചർമാരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് നിയമനം നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ. മേഴത്തൂർ ഇരുപ്പക്കോട്ടുകാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ഷേത്രാചാരങ്ങളും ചടങ്ങുകളും മാത്രമായി ഒതുക്കി ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കിയാണ് ഇത്തവണത്തെ ഉത്സവം. ജനുവരി 14-ന് ക്ഷേത്രക്കുളത്തിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. യുവാവിനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം അയ്യപ്പനെഴുത്തച്ഛൻ പടിക്ക് സമീപം താമസിക്കുന്ന കിഴക്കേ മേനത്ത് വീട്ടിൽ ബാലന്റെ മകൻ രോഹിത്തിനെയാണ് പൈങ്കുളം പാറക്കടവ് ഭാഗത്ത് ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി കൂട്ടുകാരും ഒന്നിച്ച് കാട്ടുപന്നിയെ പിടിക്കാൻ വേണ്ടി വൈദ്യുതി ലൈനിൽ നിന്നും എർത്ത് കമ്പി വെച്ചിരുന്നു. ഇതിൽ തട്ടിയാണ് മരണം സംഭവിച്ചത് എന്നാണ് കരുതുന്നത്. ചേലക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി ചെറുതുരുത്തി CI സുരേന്ദ്രൻ കള്ളിയാടൻ പറഞ്ഞു. ജ്യോതിലക്ഷ്മി മാതാവും ജിതിൻ സഹോദരനുമാണ്. ഇനി നവമാധ്യമ കാഴ്ച. ചിലർ അങ്ങനെയാണ്. ആവേശം മൂത്തുകഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെയും യാന്ത്രികമായിരിക്കും. ഇവിടെ കളിയിൽ മുഴുകിയ ആൾ പിന്നെ കളി തോറ്റതിന്റെ വിഷമത്തിൽ വീട്ടിലെ ഉപകരണങ്ങൾ എടുത്തെറിയുകയാണ്. ഷൗക്കത്ത് പഞ്ചവടി നൽകിയ ദൃശ്യം. ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? കാരണം ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.